ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗുമായിട്ടാണ് കേട്ടോ. അതായത് ബ്രദറിന് നാളെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സും പിന്നെ ബാക്കി എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിന്. അങ്ങനെ നമ്മൾ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ നല്ല എന്താ പറയുക ചൂടുമല്ലേ, പരമാവധി പകലത്തെ പോക്ക് നമ്മൾ ഒഴിവാക്കും. എന്താ പറയുക, ഈ സമയത്ത് പോകാനാണ് നല്ല രസമുണ്ടാവും. പിന്നെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ആ ഒരു ടൈമിൽ പോക്കുള്ളൂ. നമ്മളിപ്പോൾ നെസ്റ്റോയിലേക്കാണ് പോകുന്നത്. അടുത്താണ് നെസ്റ്റോ. ഷോപ്പിലൊക്കെ അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, 100 കണ്ണ് വേണമെന്ന് പറഞ്ഞ പോലെ നമ്മൾ സാധനം നോക്കാനൊന്നും വിടൂല. നൂഹും ജൽവിയും ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ പരക്കം പായുന്നുണ്ടാവും. പിന്നെ നമ്മൾ പെണ്ണുങ്ങന്മാർക്കൊരു സ്വഭാവം ഉണ്ടല്ലേ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്നതാണെങ്കിലും അത് അവിടെ വെച്ചിട്ട് തന്നെ ബാക്കിയുള്ള സാധനങ്ങളും മാതോക്കാൻ പോലെ. അങ്ങനെ ഞാൻ ജസ്റ്റ് ഇതാ ഈ ഒരു വാച്ചിൻ്റെ സെക്ഷനെ കണ്ടപ്പോൾ അവിടുന്ന് ഇങ്ങനെ വീഡിയോ എടുത്തത് കേട്ടോ. അതുപോലെ ഇവനിക്ക് പിന്നെ ഇതാകേടെ വണ്ടി അല്ലെങ്കിൽ സ്പൈഡർമാൻ അങ്ങനത്തെ എല്ലാ സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വരില്ല. പിന്നെ കുഴപ്പം തന്നെ ഇരിക്കും, ഒന്നും പറയണ്ട. ഞാൻ അവളോട് പറയും, നീ എങ്ങനെയാണ് ഇവരെയും കൊണ്ട് ഇങ്ങനെ ഷോപ്പിങ്ങിനെല്ലാം വന്നിട്ട് ആവതാക്കുന്നതെന്ന് ചോദിക്കണം. പിന്നെ ഇതാ ഈ ഒരു ഫ്ലവർ പോട്ട് ഉണ്ട്, ഇത് നല്ല രസമില്ല കാണാൻ. ഒരു റിയാലേ ഉള്ളൂ, അടിപൊളിയാണ്. അപ്പോൾ കണ്ടപ്പോൾ നമ്മൾ അതങ്ങെടുത്ത്. ഇവിടെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫർ ഇടുമല്ലോ ഓരോ സാധനത്തിനും. അന്നേരം ആ സമയത്ത് തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടും കേട്ടോ, നല്ല വലിയ പൈസേൻ്റെ സാധനമൊക്കെ. ഇതാണ് എൻ്റെ ബ്രദർ. ഓനിങ്ങനെ ഷർട്ടും ടീഷർട്ടും ഒക്കെ അധികം ഇവിടുന്ന് വാങ്ങിക്കലുണ്ട്. കാരണം ഓഫർ സമയത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ 2-3 എടുത്തിട്ട് പോകാമല്ലോ. പ്രത്യേകിച്ച് ഇവന് പ്രോഗ്രാമിനൊക്കെ പോകുന്നതായതുകൊണ്ട് തന്നെ വേഗം ഡ്രസ്സ് വാങ്ങൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഷർട്ട് നോക്കുന്നതാണ്. ഇതെന്നാ സാധനം നോക്കട്ടെ. എന്ത് ഓഫർ ഉണ്ടെങ്കിലും വന്ന് പറയും അല്ലേ? വന്ന് പറയുന്നല്ലോ, മെസ്സേജ് അയച്ചിട്ട് പാതിരാത്രി മെസ്സേജ് അയക്കും 3 മണിക്ക്. 3 മണിക്ക് മെസ്സേജ്. ഇവളാണ് അവൻ്റെ ബീവി. ഓളിപ്പോൾ ഇതാ കുറച്ച് ഷർട്ടൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതായത് പ്രോഗ്രാമിന് പോകുമ്പോൾ എക്സിക്യൂട്ടീവ് ലുക്കിലാണ് പോകാറ്. അപ്പോൾ അതിന് പറ്റിയ ഷർട്ടൊക്കെ സെലക്ട് ചെയ്തെടുക്കുകയാണ്. ഓളാന്നെല്ലാം സെലക്ട് ചെയ്യുക, ഇന്ന പാൻറ്റിന് ഇന്ന ഷർട്ട്, ഇന്ന ഇത്, ആ ഒരു ഇതെല്ലാം നല്ല വൃത്തിക്ക് ഒരുക്കി അയക്കുന്നുള്ളു. എന്താ വെച്ചാൽ കുട്ടികളെ നോക്കുന്നതിനെ പോലെ തന്നെ ഓൻ്റെ വേക്കിലും ഇങ്ങനെ പോയണം. മാഷാഅല്ലാഹ്, അടിപൊളിയാണ് കേട്ടോ. ഇത് പിന്നെ എൻ്റെ സ്ഥിരം പരിപാടി. എൻ്റെ ഡ്രസ്സിൻ്റെ സെക്ഷൻ എത്തിക്കഴിഞ്ഞാൽ ഞാനെല്ലാം ഒന്ന് തപ്പി നോക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഞാൻ എടുക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് റേറ്റ് മനസ്സിലാവില്ലല്ലോ, ഇത് റിയാൽ അല്ലേ എഴുതുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ചോദിക്കുക, ശരിക്കും പിന്നെ നാട്ടിലെ പൈസ നോക്കലാണെങ്കിൽ നമ്മൾ ഒരു സാധനം വാങ്ങിക്കൂല അല്ലേ, ഭയങ്കര കൂടുതലായിട്ട് നമുക്ക് തോന്നിക്കും. എന്തായാലും നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട്. നമുക്ക് ഏത് സൈസിലുള്ള ഡ്രസ്സെല്ലാം കിട്ടും. കുറച്ച് തടിയുള്ളവർക്കൊക്കെ ആകുമ്പോൾ നല്ല സൈസെല്ലാം കിട്ടുമല്ലോ. അപ്പോൾ നമ്മളങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി. പിന്നെ ഇനിയും കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുണ്ടേനു കേട്ടോ. അതായത് മറ്റേ ഗോൾഡ് സ്റ്റാർ ഇവൻറ്റ് മാനേജറും കൂടിയാണ് എൻ്റെ ബ്രദർ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അങ്ങനെ നമ്മളധികം രാത്രി എന്താ പറയുക, സംസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയാൽ കുറേ ലേറ്റായിട്ട് തന്നെ വീട്ടിലേക്ക് വരത്തുള്ളൂ. നല്ല രസമാണ് ഇങ്ങനെ പോകാനും വേണ്ടിയിട്ടും.
പിന്നെ ഫുഡ് അധികം രാത്രിയത്തെ ഫുഡ് അധികം പുറത്തുനിന്ന് തന്നെയാണ് കഴിക്കല്. അങ്ങനെ ഇന്ന് നല്ല പൊറോട്ടയും നെയ്പ്പത്തിലെല്ലാം വാങ്ങിക്കാൻ വിചാരിച്ച് നല്ല ചൂടുള്ള ചായയും അടിപൊളിയേനും. ഞാൻ ചായ കുടിക്കില്ല കേട്ടോ, ഞാൻ കോഫിയാണ് വാങ്ങിച്ചത്. അങ്ങനെ എന്താ പറയുക, നെയ്പ്പത്തിലെല്ലാം നല്ല നമ്മൾ ചുടുന്ന അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടീന്. അങ്ങനെ പിന്നെ വീണ്ടും നമ്മളിങ്ങനെ പോന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവളെന്തിനായി ഇതിങ്ങനെ യാത്ര ചെയ്യുന്ന വീഡിയോയിൽ ഇങ്ങനെ എടുത്ത് ബോറടിപ്പിക്കുന്നതെന്നൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ? സത്യം പറയട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴുള്ള ആ ഒരു വ്യൂ ഉണ്ടല്ലോ, നല്ല രസമല്ലാണെങ്കിൽ എല്ലാം ഞാൻ വീഡിയോയിൽ പകർത്തും. വെറുതെ വേണമെങ്കിൽ എടുക്കാൻ വേണ്ട, കണ്ടുകൊടുക്കാനുള്ളൊരു രസമാണ് എനിക്ക്, എൻ്റെ ഒരു ഇതായിരിക്കും അത്. പക്ഷേങ്കിൽ എന്നെപ്പോലെ ഇഷ്ടമുള്ളവർ വേറെ ആൾക്കാരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നുണ്ട്. ഈവനിങ് ടൈമിലുള്ള ആ ഒരു വ്യൂ മാഷല്ലാ ഭയങ്കര രസമായിരിക്കും. പിന്നെ ഇവിടെ വലിയ മല പോലെയെല്ലാം വെച്ച് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും. അപ്പോൾ നിങ്ങളും ആസ്വദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വെറുതെ വീഡിയോ ഇടുന്നുണ്ട്. എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. പിന്നെ ഞാനിവിടെ വന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നി എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് എല്ലാം എൻ്റെ അടുത്ത് എനിക്ക് മെസ്സേജ് ഇങ്ങനെ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും മെസ്സേജ് അയക്കുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. ഇവിടെ ഉണ്ടാ, മസ്കറ്റിലുണ്ടാ, നമുക്ക് കാണാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. ഇൻഷാ അല്ലാ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും. നിങ്ങളെന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ എൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇൻഷാ അല്ലാ.
കളിക്കാതെ ആ അല്ലെങ്കിൽ ടയർ